ശമൂവേൽ അധ്യായം 8. ശമൂവേൽ വൃദ്ധനായപ്പോൾ തൻ്റെ പുത്രന്മാരെ ഇസ്രായേലിന് ന്യായാധിപന്മാരാക്കി. അവൻ്റെ ആദ്യജാതന് യോവേൽ എന്നും രണ്ടാമത്തേവന് അബിയ എന്നും പേർ. അവർ ബേർശേബയിൽ ന്യായപാലനം ചെയ്തു പോന്നു. അവൻ്റെ പുത്രന്മാർ അവൻ്റെ വഴിവിട്ട് ദുരാഗ്രഹികളായി കൈക്കൂലി വാങ്ങി ന്യായം മറിച്ചു കളഞ്ഞു. ആകയാൽ ഇസ്രായേൽ മൂപ്പന്മാർ എല്ലാവരും ഒന്നിച്ചുകൂടി റാമയിൽ ശമൂവേലിൻ്റെ അടുക്കൽ വന്നു അവനോട്, അങ്ങ് വൃദ്ധനായിരിക്കുന്നു, അങ്ങയുടെ പുത്രന്മാർ അങ്ങയുടെ വഴിയിൽ നടക്കുന്നില്ല. ആകയാൽ സകല ജാതികൾക്കും ഉള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്ക് ഒരു രാജാവിനെ നിയമിച്ചു തരണമെന്ന് പറഞ്ഞു. ഞങ്ങളെ ഭരിക്കേണ്ടതിന് രാജാവിനെ തരണമെന്ന് അവർ പറഞ്ഞ കാര്യം ശമൂവേലിന് അനിഷ്ടമായി. ശമൂവേൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം ശമൂവേലിനോട് അരുളി ചെയ്തതെന്തെന്നാൽ, ജനം നിന്നോട് പറയുന്ന സകലത്തിലും അവരുടെ അപേക്ഷ കേൾക്കുക. അവർ നിന്നെയല്ല, ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം എന്നെയാകുന്നു ഉപേക്ഷിച്ചിരിക്കുന്നത്. ഞാൻ അവരെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച നാൾ മുതൽ ഇന്ന് വരെ അവർ എന്നെ ഉപേക്ഷിച്ചിട്ടും അന്യദൈവങ്ങളെ സേവിച്ചും കൊണ്ട് എന്നോട് ചെയ്തതുപോലെ നിന്നോടും ചെയ്യുന്നു. ആകയാൽ അവരുടെ അപേക്ഷ കേൾക്ക. എങ്കിലും അവരോട് കാര്യമായി സാക്ഷീകരിച്ച് അവരെ വാഴുവാനിരിക്കുന്ന രാജാവിൻ്റെ പ്രമാണം അവരോട് അറിയിക്കണം. അങ്ങനെ രാജാവിനായി അപേക്ഷിച്ച ജനത്തോട് ശമൂവേൽ ദൈവത്തിൻ്റെ വചനങ്ങളെ എല്ലാം അറിയിച്ചു. നിങ്ങളെ വാഴുവാനിരിക്കുന്ന രാജാവിൻ്റെ ന്യായം ഇതായിരിക്കും. അവൻ നിങ്ങളുടെ പുത്രന്മാരെ തനിക്ക് തേരാളികളും കുതിരപ്പടയാളികളും ആക്കും. അവൻ്റെ രഥങ്ങൾക്ക് മുമ്പേ അവർ ഓടേണ്ടിയും വരും. അവൻ അവരെ 1000-നും 150-നും 10-നും അധിപന്മാരാക്കും. തൻ്റെ നിലം കൃഷി ചെയ്യുവാനും തൻ്റെ വിള കൊയ്യുവാനും തൻ്റെ പടക്കോപ്പും തേർക്കോപ്പും ഉണ്ടാക്കുവാനും അവരെ നിയമിക്കും. അവൻ നിങ്ങളുടെ പുത്രിമാരെ തൈലക്കാരികളും വെപ്പുകാരികളും അപ്പക്കാരികളുമായി എടുക്കും. നിങ്ങളുടെ വിശേഷമായ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ഒലിവു തോട്ടങ്ങളും എടുത്ത് തൻ്റെ ഭൃത്യന്മാർക്ക് കൊടുക്കും. നിങ്ങളുടെ വിളവുകളിലെയും മുന്തിരിത്തോട്ടങ്ങളിലും ദശാംശം എടുത്ത് തൻ്റെ ഷണ്ഡന്മാർക്ക് ഭൃത്യന്മാർക്കും കൊടുക്കും. നിങ്ങളുടെ ദാസന്മാരെയും ദാസിമാരെയും നിങ്ങളുടെ സുന്ദരരായ യുവാക്കളെയും നിങ്ങളുടെ കഴുതകളെയും പിടിച്ച് തൻ്റെ വേലയ്ക്ക് ആക്കും. നിങ്ങളുടെ ആടുകളിൽ 10-1 എടുക്കും. നിങ്ങൾ അവന് ദാസന്മാരായി തീരും. നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന രാജാവിൻ്റെ നിമിത്തം നിങ്ങൾ അന്ന് നിലവിളിക്കും, എന്നാൽ ദൈവം വന്ന് ഉത്തരമരുളുകയില്ല. എന്നാൽ ശമൂവേലിൻ്റെ വാക്ക് കൈക്കൊള്ളുവാൻ ജനത്തിന് മനസ്സില്ലാതെ, അല്ല, ഞങ്ങൾക്ക് ഒരു രാജാവ് വേണം, മറ്റ് സകല ജാതികളെയും പോലെ ഞങ്ങൾക്കാകേണ്ടതിന് ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ ഭരിക്കുകയും ഞങ്ങൾക്ക് നായകനായി പുറപ്പെടുകയും ഞങ്ങളുടെ യുദ്ധങ്ങൾ നടത്തുകയും വേണം എന്നവർ പറഞ്ഞു. ശമൂവേൽ ജനത്തിൻ്റെ വാക്കെല്ലാം കേട്ടു ദൈവത്തോടറിയിച്ചു. ദൈവം ശമൂവേലിനോട് അവരുടെ വാക്ക് കേട്ട് അവർക്ക് ഒരു രാജാവിനെ വാഴിച്ചുകൊള്ളുക എന്ന് കൽപ്പിച്ചു. ശമൂവേൽ ഇസ്രായേല്യരോട്, നിങ്ങൾ ഓരോരുത്തൻ താന്താൻ്റെ പട്ടണങ്ങളിലേക്ക് പോയിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. ദൈവമേ, സ്തുതി, നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോ